ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ് എന്താണ്, പിന്നെ സഞ്ജു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ്, അദ്ദേഹത്തിന് അത് കിട്ടുമോ, അതുപോലെ വിക്കറ്റ് കീപ്പിംഗ് ധോണിയെ പോലത്തെ ഒരു താരം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്, അദ്ദേഹം ഏത് ഓർഡറിൽ കളിക്കും, കാരണം പല പ്ലെയേഴ്സും അദ്ദേഹം കളിക്കുന്ന പൊസിഷൻസിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം വരുന്നൊരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഹൈപ്പ് കൂടുതലായിരിക്കും. ആ ഒരു ഹൈപ്പിന് ഒത്ത് കളിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലൊരു റിസ്ക് ഉണ്ട്. പക്ഷേ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ് സഞ്ജു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സീസണേക്കാൾ അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കായിരിക്കും അത് കൂടുതലായിട്ട് വരിക. കാരണം ഒരു പക്ഷേ ധോണി അവസാനത്തെ സീസൺ ആയേക്കാം ഇത് എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ കമ്പാരിസൺ എപ്പോഴും ഉണ്ടാകുന്നത് സാക്ഷാൽ ധോണിയായിട്ടായിരിക്കും. ധോണി നമുക്കറിയാം ആസ് എ പ്ലെയർ എന്ന നിലയിൽ, ആസ് എ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ, ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ എങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കമ്പാരിസനോട് പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഏരിയയാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം അവിടേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈസിലി കണക്റ്റ് ആകാൻ പറ്റും. പല ഫാക്ടേഴ്സ് ഉണ്ട്, തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്നായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല അദ്ദേഹം ആ ഒരു തമിഴ് കൾച്ചർ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണല്ലോ. പിന്നെ സഞ്ജു സാംസൺ CSKയിൽ വന്ന് സക്സസ് ആയി കഴിഞ്ഞാലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, CSK ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ക്ലബ്ബുകളിൽ ഒന്നാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കരിയറിലൊരു ഗ്രോത്തും ഫാൻ ഫോളോയിങ് ഹൈപ്പും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇദ്ദേഹം ഏതൊരു പൊസിഷനിലായിരിക്കും കളിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. നിലവിലിപ്പോൾ നാഷണൽ ടീമിൽ നമുക്കറിയാം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം കളിക്കുന്ന പൊസിഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ CSKയിൽ അദ്ദേഹം ഒരു ഓപ്പണറായിട്ട് തന്നെ കളിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ സഞ്ജു സാംസൺ ആയുഷ് മാത്രമേ, ഋതുരാജ് ഗെയ്ക്വാദ് കുറച്ചും കൂടി ഒരു വൺ ഡൗൺ കളിക്കാൻ താല്പര്യമുള്ള പ്ലെയറാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇപ്പം ലേറ്റസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഓപ്പണിങ്ങും കളിക്കുന്നൊരു പ്ലെയറാണ് എന്നുള്ളതറിയാം. പിന്നെ അവർക്ക് നോക്കുകയാണെങ്കിൽ ദൂബെ ഉണ്ട്, ബ്രെവിസ് ഉണ്ട്. ഇനിയിപ്പം വേണ്ടതിപ്പം ധോണി 7ാമതാണോ 8ാമതാണോ കളിക്കേണ്ടതെന്നാണ് അറിയേണ്ടത്. പിന്നെ 6th പൊസിഷൻ ആര് വരും എന്നുള്ളത് നോക്കണം. അതുപോലെ പറഞ്ഞ പോലെ 7th ആണെങ്കിലും 8th ആണെങ്കിലും പൊസിഷൻസിൽ ആര് വരും എന്നുള്ളത് നോക്കണം. ഇപ്പം മാക്സ്വെല്ലും അതുപോലെ റസലും വെങ്കടേഷ് അയ്യറിനെ ഒക്കെ പോലത്തെ പ്ലേയേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മിനി ഓപ്ഷനിൽ CSK അതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളത് നോക്കണം. ഇനി ബാക്ക് ടു സഞ്ജു വിഷയത്തിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും ക്യാപ്റ്റൻസി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാജസ്ഥാൻ റോയൽസിൽ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഒരു ക്യാപ്റ്റനായിട്ടിരുന്ന ഒരു പ്ലെയറാണ്. അവിടെ സക്സസ് തന്നെയാണ് ഉണ്ടാക്കിയുള്ളത്. ഇപ്പം രാജസ്ഥാനെ ഫൈനലിലൊക്കെ എത്തിക്കാനൊക്കെ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആസ് എ ക്യാപ്റ്റൻ മെറ്റീരിയലും ഇദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഗെയ്ക്വാദാണ് ക്യാപ്റ്റൻ എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ CSK അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സഞ്ജുവിൻ്റെ സാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സീസണിൽ സാധ്യതകൾ കുറവാണ്. അതല്ലെങ്കിൽ ലാസ്റ്റ് സീസണിൽ ഉണ്ടായിട്ടുള്ള പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കണം. നമുക്കറിയാം ഋതുരാജ് ഇടയ്ക്ക് വെച്ച് ഇഞ്ചോർഡായി പോയി, പിന്നെ ധോണി റെസ്റ്റ് ഓഫ് സീസൺ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റനാകും, അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ബേസിസിൽ ക്യാപ്റ്റനാകും, അല്ലെങ്കിൽ അടുത്ത സീസണിൽ പെർഫോമൻസിൻ്റെ ബേസിൽ. എന്താണെങ്കിലും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ് സഞ്ജുവിൻ്റെ ഒരു ക്യാപ്റ്റൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അങ്ങനെ ഒരു പുറത്താക്കാനൊന്നും അങ്ങനെ ഒരു മടി കാണിക്കില്ല. കാരണം അങ്ങനത്തെ ഡിസിഷൻ എടുക്കാൻ, ക്യാപ്റ്റൻസിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഡിസിഷൻ എടുക്കാൻ ഒരു ഇത് കാണിക്കില്ല. കാരണം മുമ്പ് ജഡേജ ക്യാപ്റ്റനാക്കിയിട്ട് അതൊരു ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ചെപ്പോക്കിലെ ഒരു സ്റ്റാറ്റ് അത്ര മികച്ചതല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം 11 മത്സരങ്ങൾ കളിച്ചിട്ട് 134 റൺസ്, ആവറേജ് 12.18 അതുപോലെ സ്ട്രൈക്ക് റേറ്റ് 100.75 അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്കോർ 31 റൺസാണ്. അപ്പോൾ അത് അത്ര നല്ലൊരു സ്റ്റാറ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു താരം സ്ഥിരമായിട്ടൊരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴും വല്ലപ്പോഴും ഒരു എവേ മാച്ച് കളിക്കാൻ വരുമ്പോഴും ഉണ്ടാകുന്നൊരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പം അദ്ദേഹം ആ ഒരു കണ്ടീഷനിലും ഈ ഒരു പിച്ചിലും അഡാപ്റ്റ് ആകുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമാവില്ല എന്നുള്ള കാര്യമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ സഞ്ജു സാംസൺ നമുക്കറിയാം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. അദ്ദേഹം ആ ഒരു വിക്കറ്റ് കീപ്പർ റോളിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസണിൽ എന്താണെങ്കിലും ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലായിരിക്കില്ല സഞ്ജു സാംസൺ കളിക്കുക. കാരണം ധോണി എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പറെയാണ് സത്യം പറഞ്ഞാൽ ബാറ്ററേക്കാൾ കൂടുതൽ ആവശ്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃപാഠം ഇതൊക്കെയാണ്
നിലവിൽ ധോണിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ തീർച്ചയായിട്ടും ധോണി തന്നെ ആയിരിക്കും. പിന്നെ സഞ്ജു അത്യാവശ്യം നല്ലൊരു ഫീൽഡറാണ് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാമല്ലോ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അതൊരു പ്രശ്നമാകില്ല എന്നുള്ളതാണ്. പിന്നെ വരുന്ന സീസണുകളിലേക്കൊക്കെ വരുമ്പോഴായിരിക്കും സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലേക്കും തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടാകുക. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് കമ്മീഷൻ സനിയ.